ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ട്രാവൽ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു അല്ലേ? ഞങ്ങൾക്കെല്ലാവർക്കും പനിയായിരുന്നു, അതുകൊണ്ടാണ് ചെറിയൊരു ഗ്യാപ്പ് വന്നത്. പിന്നെ പനിയെല്ലാം സുഖമായിട്ട് വരുന്നതുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. എറണാകുളം ജില്ലയിലെ ഒരു പ്രധാന സ്ഥലമാണ് ഇടപ്പള്ളി. അതുപോലെ തന്നെ കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഒന്നാണ് ഇടപ്പള്ളിയിലെ വിശുദ്ധ ഗീവർഗീസിൻ്റെ നാമധേയത്തിലുള്ള സെൻറ്റ് ജോർജ് പള്ളി. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇടപ്പള്ളിയിലെ സെൻറ്റ് ജോർജ് ദേവാലയം. യേശുവിൻ്റെ 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ തോമസ് അപ്പോസ്തലനാണ് AD 1 ഈ പള്ളി സ്ഥാപിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. 6-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമാണ് ഈ പള്ളിക്കുള്ളത്. 10-ാം നൂറ്റാണ്ടിൽ പഴയ പള്ളിക്ക് സമീപമായി പുതിയ പള്ളി നിർമ്മിച്ചത്. വർദ്ധിച്ചു വരുന്ന ഭക്തരെ ഉൾക്കൊള്ളിക്കുന്നതിനായി 2015 മൂന്നാമത്തെ പള്ളിയും നിർമ്മിച്ചു. ജാതിയും മതവും പരിഗണിക്കാതെ ധാരാളം ആളുകൾ ഈ പള്ളിയിൽ എത്തുന്നത്. നിലവിൽ മുഴുവൻ പള്ളിയിലും 10,000 പേരെ ഉൾക്കൊള്ളിക്കുവാൻ കഴിയും. പ്രാദേശികമായി ഇടപ്പള്ളി പള്ളി എന്നറിയപ്പെടുന്ന ഈ ആദരണീയമായ കത്തോലിക്ക തീർത്ഥാടന കേന്ദ്രം ഏഷ്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സന്ദർശിക്കുന്ന പള്ളികളിൽ ഒന്നാണ് ഇടപ്പള്ളി പള്ളിയിലെ സെൻറ്റ് ജോർജ് ഫൊറോന പള്ളി. ഓരോ വർഷവും 5 ദശലക്ഷത്തിലധികം ഭക്തരെ ഇത് ആകർഷിക്കുന്നു. 6-ാം നൂറ്റാണ്ട് മുതലുള്ള ചരിത്രമുള്ള ഈ പള്ളി പുരാതന പാരമ്പര്യങ്ങളെ ഊർജ്ജസ്വലമായ ആത്മീയ ജീവിതവുമായി സമന്വയിപ്പിക്കുന്നു. ഇത് വിശ്വാസികൾക്കും ഒരേപോലെ ആവശ്യമായ ഒരു സ്ഥലമാക്കി മാറ്റുന്നു. പള്ളിയോട് ചേർന്നുള്ള അത്ഭുത കിണറാണ് കേട്ടോ ഇത്. അനേകായിരങ്ങൾക്ക് രോഗശാന്തി നൽകുന്നു ഈ കിണറ്റിലെ വെള്ളം. ഒരുപാട് പേര് ഈ വെള്ളം കോരി കുടിക്കുന്നുണ്ട്, വീടുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഇതും ഇവിടെ ഒരു അത്ഭുതമായി പ്രവർത്തിക്കുന്നു. ഞങ്ങൾ ദിവസം വൈകുന്നേരമാണ് കേട്ടോ ഇവിടെ എത്തിയത്. അപ്പോൾ തിരക്കുണ്ട്, എന്നാലും ഒരുപാട് തിരക്കില്ല. തിരിയെല്ലാം എല്ലാവരും കത്തിച്ച് വിളക്കിൽ എണ്ണയൊക്കെ ഒഴിച്ച് തിരി കത്തിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ പ്രാർത്ഥിച്ച് കുർബാനയുടെ സമയമാണ് കേട്ടോ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്. എല്ലാവരും വന്ന് തിരി കത്തിച്ചുകൊണ്ട് ആള് കത്തുന്നത്. പള്ളിയുടെ ചേർന്ന് നേർച്ചക്കോഴികളെ ഇട്ടിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഇത്. ഒരുപാട് കോഴികളുണ്ട്. ഇവിടെ ഏറ്റവും പ്രത്യേകത ഉള്ള നേർച്ചയാണ് കോഴി നേർച്ച. അപ്പോൾ 2-3 കൂടുകളിലായിട്ട് കോഴികളിങ്ങനെ കിടക്കുന്നുണ്ട്. അവിടെ പ്രത്യേകം എഴുതി വച്ചിട്ടുണ്ട് കേട്ടോ. AD 593 ആരംഭിച്ച ഇടപ്പള്ളി സെൻറ്റ് ജോർജ് ഫൊറോന പള്ളിയുടെ ഉത്ഭവം കേരളത്തിലെ ആദ്യകാല പള്ളികളിൽ ഒന്നായി മാറി. 1-ാം നൂറ്റാണ്ടിൽ സെൻറ്റ് തോമസ് അപ്പോസ്തലൻ സ്ഥാപിച്ച 7 പള്ളികൾക്ക് ശേഷമാണ് ഇതിൻ്റെ അടിസ്ഥാനം ഉണ്ടായതെങ്കിലും ഈ പള്ളി തുടക്കത്തിൽ വ്യത്യസ്തമായൊരു സമർപ്പണം നടത്തി വിശുദ്ധ ദേവമാതാവിനെ ബഹുമാനിക്കുന്നു. 3-ാമത്തെ പള്ളിയിലേക്ക് നമ്മൾ പോകുമ്പോൾ തന്നെ പള്ളിയുടെ എല്ലാ പള്ളികളിൽ നിന്നും വ്യത്യസ്തമായൊരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാമെന്ന് വെച്ചാൽ പള്ളിയുടെ അടിയിൽ തന്നെയാണ് കേട്ടോ സെമിത്തേരി. ഇടപ്പള്ളിയിലെ ക്രിസ്ത്യൻ സമൂഹം വളർന്നപ്പോൾ വർദ്ധിച്ചു വരുന്ന ആരാധകരെ ഉൾക്കൊള്ളിക്കുന്നതിനായി AD 1080 യഥാർത്ഥ ചാപ്പലിന് സമീപം ഒരു വലിയ പള്ളി നിർമ്മിക്കപ്പെട്ടു. നൂറ്റാണ്ടുകളായി പ്രദേശത്തിൻ്റെ ചരിത്രത്തിലും വിശ്വാസത്തിലും ആഴത്തിൽ വേരൂന്നിയ ഒരു ആത്മീയ ശക്തി കേന്ദ്രമായി പള്ളി മാറുകയും ചെയ്തു. പള്ളിയുടെ എല്ലാ ഭാഗത്തും ഇതുപോലെ ബോർഡുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ മനോഹരമായ ചെടികളെല്ലാം വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പള്ളിയിലേക്ക് കയറി പോകുന്ന വഴിയാണിത്. താഴെയായിട്ട് ആദ്യം പറഞ്ഞതുപോലെ സെമിത്തേരി ഇവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ പള്ളിയിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. 2 സൈഡുണ്ട്, ഈ സൈഡുണ്ട്, അപ്പുറത്തെ സൈഡും ഉണ്ട്. ഞങ്ങൾ ഇതുവഴിയാണ് പള്ളിയിലേക്ക് കയറി പോകുന്നത്. വളരെ മനോഹരമായിട്ടാണ് കാഴ്ചകൾ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്.
പള്ളിയുടെ താഴത്തെ പ്രദേശമാണ് കേട്ടോ. അവിടെ മാവ് ഒക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടാണ്. നല്ല തണലുമുണ്ട്. ഒരു നിശ്ചിത അകലത്തിൽ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. പള്ളി അതിമനോഹരമാണ് കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഇവിടെ വരുന്നത്. എല്ലാ പള്ളികളിൽ നിന്നും വ്യത്യസ്തമായി വളരെ മനോഹരമായിട്ടാണ് പണിതിരിക്കുന്നത്. രാത്രി വളരെ ഭംഗിയായിരിക്കും കേട്ടോ. കൂടുതൽ ലൈറ്റൊക്കെ തെളിഞ്ഞ് കാണുമ്പോൾ അടിപൊളിയായിരിക്കും. പള്ളിയുടെ പുറമേ നിന്ന് അകത്തേക്ക് നോക്കുമ്പോൾ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പള്ളിയിലേക്ക് കയറുമ്പോൾ മുകളിൽ കാണുന്നതാണ് കേട്ടോ. ഒരുപാട് കൊത്തുപണികളുണ്ട്. വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വലിയ 3 തൂണുകൾ. വളരെ മനോഹരമായിട്ടുള്ള കൊത്തുപണികൾ പള്ളിയിൽ ചെയ്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ദേവാലയത്തിനകത്ത് മൊബൈലുകൾ ഉപയോഗിക്കാൻ പാടില്ല. ഫോട്ടോഗ്രാഫി നിരോധിച്ചിരിക്കുന്നതിന് കുറേ ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റിയോട് ചോദിച്ചതിന് അനുവാദം മേടിച്ചതിന് ശേഷം മാത്രമാണ് പള്ളിയിൽ ഫോട്ടോ എടുത്തേക്കുന്നത് കേട്ടോ. അവരോട് പറഞ്ഞു. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ എടുത്തതാണ്. എല്ലായിടത്തും സെക്യൂരിറ്റികളുണ്ട് കേട്ടോ. പള്ളിയുടെ എല്ലാ വശത്തും ഒരുപാട് പേര് വന്നു പോയി പ്രാർത്ഥിക്കുന്നുണ്ട്. പള്ളിയിലേക്ക് കയറുമ്പോൾ തന്നെ നല്ലൊരു ശാന്തതയും ഒരു പ്രത്യേക ഒരു അനുഭൂതിയാണ്. ഒരുപാട് ചിത്രപ്പണികളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ നേരം അവിടെ ചിലവഴിച്ചു, പ്രാർത്ഥിച്ചു, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചു. പിന്നെ നമ്മൾ വീണ്ടും പള്ളിയുടെ മുറ്റത്തേക്ക് ഇറങ്ങി. മെട്രോയിൽ ട്രെയിൻ പോകുന്നുണ്ടോ? പള്ളിയുടെ നേരെ ഓപ്പോസിറ്റാണ് മെട്രോ പാലം. അതേകൂടെ ട്രെയിൻ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു പള്ളിയിൽ വരണം, ഇടപ്പള്ളിയിൽ വരണം, പിന്നെ അവരുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കണം എന്നൊക്കെ വളരെ നാളത്തെ ഒരു ആഗ്രഹമായിരുന്നു. അത് സാധിച്ചു. ഇവിടെ വരാൻ സാധിച്ചു. ഭയങ്കര തിരക്കാണ് കേട്ടോ. അതുകൊണ്ട് സൗണ്ട് മ്യൂട്ട് ചെയ്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായത്. ഭയങ്കര ബ്ലോക്കും കാര്യങ്ങളൊക്കെ, നല്ല വണ്ടി പോകുന്ന ഏരിയ ആയതുകൊണ്ട് കൊച്ചിയുടെ ഹൃദയഭാഗത്ത് ആണ് പള്ളി ഇരിക്കുന്നത്. അതുകൊണ്ട് എത്തിപ്പെടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. നല്ല ട്രാഫിക്കാണ് കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് പള്ളിയിൽ വരാൻ പറ്റി, പ്രാർത്ഥിക്കാൻ പറ്റി. അപ്പോൾ എല്ലാവർക്കും ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. മാക്സിമം വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. തിരിച്ചും എല്ലാവരെയും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്തുള്ള വീഡിയോകൾ കാണുന്നതുവരെ എല്ലാവർക്കും ടാറ്റാ. ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഒരുപാട് വാഹനങ്ങൾ ഇവിടെ വെഞ്ചരിക്കാൻ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. ഈ സൈഡിലിട്ടിരിക്കുന്ന വാഹനങ്ങളെല്ലാം പുതിയതാണ്. പള്ളി കൊണ്ട് വെഞ്ചരിക്കാൻ കൊണ്ടുവന്നിരിക്കുന്നതാണ് കേട്ടോ.